ഇന്നത്തെ എപ്പിസോഡിൽ നാം കാണുവാൻ പോകുന്നത് ഭാരതീയ സംസ്കാരത്തെയും ആരാധനാക്രമത്തെയും അങ്ങേയറ്റം സ്നേഹിക്കുകയും ഉണർത്തുകയും ചെയ്ത ആചാര്യൻ ബഹുമാനപ്പെട്ട ലൂയിസ് മാളിയക്കിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം ധർമ്മറാമിൽ പഠിച്ച് വൈദികനായതിനു ശേഷം 1970 അവിടെ ക്രൈസ്റ്റ് കോളേജിൽ മാത്തമാറ്റിക്സ് അധ്യാപകനായി ജോലി ആരംഭിച്ചു. ആ അവസരത്തിലാണ് 1969 ചർച്ച് ഇൻ ഇന്ത്യ ടുഡേ എന്ന സെമിനാർ ധർമ്മറാമിൽ സംഘടിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം രണ്ടാമത്തെയും കൗൺസിലിൻ്റെ ആശയങ്ങളും വലിയ പ്രതീക്ഷകളും ഭാരതത്തിലെ ജനതയെ അറിയിക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ബഹുമാനപ്പെട്ട സിൽവസ്റ്റർ അച്ഛനോട് ചേർന്ന് ഭാരതീയ പൂജ അവിടെ അർപ്പിക്കുവാനും അവിടുത്തെ കാര്യങ്ങൾ, സെമിനാറിൻ്റെ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുവാനും അദ്ദേഹം പരിശ്രമിച്ചു. അദ്ദേഹം ഒരു സംഗീതജ്ഞനായിരുന്നു. ഭാരതീയ പൂജയിലെ ഓം ജഗദീശ്വര സദാഭി ചിന്മയ എന്നുള്ള ഗാനം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ധർമ്മറാമിൽ കുറച്ചു കാലം പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ ദൈവശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ലുവൈനിലേക്ക് പോയി. കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് ലുവൈനിൽ അദ്ദേഹം ദൈവശാസ്ത്രം പഠിച്ചു. അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വിഷയം യൂക്രിസ്റ്റ് ആൻഡ് യജ്ഞ എന്നുള്ളതായിരുന്നു. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലെ യൂക്രിസ്റ്റ് അതിൻ്റെ ആഴത്തിൽ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഋഗ്വേദത്തിലെ യജ്ഞ അദ്ദേഹം ബേസിക് ആയിട്ടെടുത്തു. അങ്ങനെ അദ്ദേഹം ആ വിഷയത്തിൽ അവഗാഹം നേടി തിരിച്ചു വന്ന് കുറച്ചു കാലം ധർമ്മറാമിൽ പഠിപ്പിക്കുകയും പിന്നീട് തൻ്റെ പ്രവർത്തനം വടക്കേ ഇന്ത്യയിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ അദ്ദേഹം ഭോപ്പാൽ റീജിയണൽ തിയോളജി സെമിനാരിയിൽ കുറെ നാൾ പഠിപ്പിക്കുകയും അവിടെ റെക്ടറാവുകയും ചെയ്തു. പിന്നീട് CMI സഭ ഭോപ്പാലിൽ ഒരു തിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സമന്വയ ആരംഭിച്ചപ്പോൾ അവിടെ അദ്ദേഹം റെക്ടറായി ദീർഘകാലം ജോലി ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം, വൈദിക ജീവിതം, വൈദികരെ പട്ടം കിട്ടി വരുന്ന വൈദികരെ ഭാരതീയ സംസ്കാരവും അതുപോലെ തന്നെ ആരാധനാ രീതികളും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുവാനും അവരെ ആ വഴിക്ക് നയിക്കുവാനും വേണ്ടിയായിരുന്നു. ഭാരതീയ സംസ്കാരത്തെയും അതിൻ്റെ ആരാധനയെയും അങ്ങേയറ്റം സ്നേഹിച്ച വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛൻ. സിറോ മലബാർ സഭ, മാർത്തോമാ ശ്ലീഹായുടെ സഭ ഒരു ഭാരതീയ സഭയായി കാണുവാനായിട്ടാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഒരിക്കലും കൽദായ സഭയുടെ ഒരു പുത്രി സഭയായി കാണുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതിനുവേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചതും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊണ്ട് അവരെ അത് ചെയ്യിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ആ നല്ല ഗുരുഭൂതന് എല്ലാ പ്രാർത്ഥനകളും നമോവാകം ഭാരതത്തിൻ്റെ സംസ്കാര പൈതൃകത്തിൽ മറ്റുള്ളവരെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ച ആ വലിയ ആചാര്യന് നന്ദി, നമസ്കാരം.